എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ സീരിയൽ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും കൂടെ കൂടിക്കോളൂ. അപ്പോൾ നമ്മുടെ കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. എങ്കിലും ഞാൻ ചെറിയ രീതിയിൽ പറഞ്ഞു പോകാം. നമ്മുടെ എപ്പിസോഡ് തുടങ്ങുന്ന ചന്ദ്രബോസ് മറ്റേ കമലിനെ അടിച്ച് ശരിയാക്കുന്നതും അതാണ് ഫസ്റ്റ് സീൻ കാണിക്കുന്നത്. പിന്നീട് നമ്മുടെ റവന്യൂ മിനിസ്റ്റർ ശാലിനിയോട് നിർബന്ധിത ലീവ് എടുക്കാൻ പറയുന്നു. എന്നിട്ട് അന്വേഷണം നേരിടാൻ പറയുന്നു. എന്നിട്ട് സത്യം കണ്ടെത്താൻ പറയുന്നു. അങ്ങനെ ശാലിനിയെ പറഞ്ഞു വിടുകയാണ്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ സുസ്മിതയും ചന്ദ്രബോസും ഉപേന്ദ്രനും രോഹിത്തും എല്ലാവരും കൂടെ ശാലിനിയെ ഇറക്കി വിട്ടതിൻ്റെ പാർട്ടി ഇത് ചെയ്യുകയാണ്. അവരെല്ലാവരും ചിയേഴ്സ് പറഞ്ഞ് വെള്ളമൊക്കെ അടിക്കുന്നു. അപ്പോൾ ഇനി ശാലിനിനെയും വിഷ്ണുവിനെ എന്തായാലും തീർക്കണം. ഇതാണ് അവരുടെ ആവശ്യം. വിഷ്ണുവിനെ എങ്ങനെയും പുറത്തു കൊണ്ടുവരണം. ഇതാണ് ചന്ദ്രബോസിൻ്റെ ഉദ്ദേശം. ഇങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത്. അപ്പം നമ്മുടെ ശ്യാമ ഇതെല്ലാം നിന്ന് കേൾക്കുകയാണ്, മോളിൽ നിന്നെല്ലാം വാച്ച് ചെയ്യുകയാണ്. ശ്യാമയ്ക്കും അറിയാം ഇവരെന്തായാലും ഇനി അടുത്തത് ചേച്ചിക്ക് പണി കൊടുക്കാനുള്ള പരിപാടിയാണെന്ന് ശ്യാമയ്ക്ക് മനസ്സിലാവുന്നു. പിന്നീടാണ് നമ്മുടെ പപ്പിമോള് ശ്യാമയുടെ കൂടെ സ്കൂളിൽ നിന്ന് വീട്ടിലോട്ട് പോകുന്നു. വീട്ടിലോട്ട് പോയിട്ട് നമ്മുടെ ശാരദ ടീച്ചറെ കൊണ്ട് വിളിപ്പിക്കുകയാണ് ശ്യാമയോട്. അങ്ങനെ ശ്യാമ അത് വന്നിട്ട് മോളെ പിടിച്ചു വലിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ശാലിനിക്ക് വളരെ വിഷമാവുന്നു. കാരണം സ്വന്തം മകളെയാണല്ലോ ഇങ്ങനെ കൊണ്ടുപോകുന്നത്. കുഞ്ഞ് പറയുന്നത് എനിക്ക് അവിടെ പോകാൻ പേടിയാകുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും കേൾക്കാതെ അങ്ങ് പോവുകയാണ്. പിന്നീട് നമ്മുടെ സത്യഭാമയും കുടുംബത്തെയാണ് കാണിക്കുന്നത്. സത്യഭാമയോട് പുതിയ ഒരു ഓർഡറുമായിട്ട് 100 വരികയാണ്, 300 പേർക്കുള്ള സദ്യയുമായിട്ട്. അപ്പം സത്യഭാമ പറയുന്നത് എനിക്കിതൊന്നും അറിയില്ല എന്ന് പറയുന്നു. അപ്പം നമ്മുടെ ശാരദ ടീച്ചറുടെ അസിസ്റ്റൻറ്റ് പറയുന്നത് നമുക്കിത് ചെയ്യാം, എങ്ങനെയും ചെയ്യാമെന്ന് പറയുന്നു. അങ്ങനെ ആ ഓർഡർ പിടിക്കുകയാണ്. അതിനുശേഷം അന്നേരം നമ്മുടെ സത്യഭാമ രാഘവൻ നായർക്ക് ഫുഡൊക്കെ കൊടുത്ത് കഴിക്കുന്നുണ്ട്. പിന്നീട് രാഘവൻ നായർ പുറത്ത് പോയിരിക്കുകയാണ്. ആ സമയത്ത് രാഘവൻ നായർ വീണ്ടും പറയുന്നത് എനിക്ക് വിശക്കുന്നു, എനിക്കൊന്നും തന്നില്ലല്ലോ എന്ന് പറയുന്നു. അപ്പോൾ സത്യഭാമയ്ക്ക് ആകെ വിഷമാവുന്നു. എന്താണ് ഈ സംഭവിക്കുന്നതെന്ന് അറിയാതെ ഇങ്ങനെ ആലോചിക്കുന്നത്. വീണ്ടും നമ്മുടെ രാഘവൻ നായരുടെ ഓർമ്മ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്. ആ സത്യങ്ങൾ സത്യഭാമ തിരിച്ചറിയുകയാണ്. ഇതായിരുന്നു ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. നാളത്തെ എപ്പിസോഡിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശാലിനി ഇങ്ങനെ വിഷമത്തോടെ ഇരിക്കുന്ന സമയത്ത് ഒരു വെളിച്ചം പോലെ ഒരാളെ കാണുകയാണ്. അത് വേറെ ആരുമല്ല, നമ്മുടെ വിഷ്ണു വരികയാണ്. കാരണം ശാലിനിക്ക് അത്രയും വിഷമങ്ങളും ഇതുമുണ്ട്. കാരണം വിഷ്ണു വന്നാൽ മാത്രമേ ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാകത്തുള്ളൂ എന്ന് ശാലിനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ വിഷ്ണു വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ തങ്കച്ചനെ പോയി കാണുന്നുണ്ട്. അവിടെ അടി നടക്കുന്നുണ്ട്. ലാസ്റ്റ് തങ്കച്ചൻ പറയുന്നുണ്ട് ഞാനാണ് ഈ സ്പിരിറ്റ് വെച്ചതെന്നൊക്കെ തങ്കച്ചൻ സമ്മതിക്കുകയാണ്. അങ്ങനെ നമ്മുടെ കൂടെ നൂറിൻ്റെ അച്ഛനും എല്ലാവരും ഉണ്ട്. അങ്ങനെ നന്നായിട്ട് കൊടുക്കുകയാണ്. ഇതേ സമയമാണ് നമ്മുടെ പപ്പിമോള് വീട് വിട്ട് ഇറങ്ങിയാണ്. പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു, അതോ സ്വപ്നം ആരെങ്കിലും കാണുന്നതാണോ എന്നറിയില്ല. അങ്ങനെ കുഞ്ഞ് പോകുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, ഗുണ്ടകളുടെ ഇടയിലൊക്കെ പോയി കുഞ്ഞ് പെടുന്നൊക്കെയുണ്ട്. പിന്നീട് നമ്മുടെ രാഘവൻ നായരും ഇങ്ങനെ എഴുന്നേറ്റ് നടക്കുന്നതൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ നമ്മുടെ വിഷ്ണു ഈ എല്ലാ സത്യങ്ങളുമായിട്ടാണ് നമ്മുടെ ശാലിനിയുടെ അടുത്തേക്ക് വരുന്നത്. കാരണം ശാലിനിയുടെ ജോലി ഒരിക്കലും പോകാൻ പാടില്ല. അതാണല്ലോ വിഷ്ണുവിൻ്റെ ലക്ഷ്യം. എല്ലാവരുടെ ലക്ഷ്യം അതുതന്നെയാണ്. അപ്പം തിരിച്ച് കാരണം താൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ശാലിനിയുടെ അടുത്ത് പറയുകയും ആ സത്യം തെളിയിക്കാനാണ് വിഷ്ണു വീണ്ടും വരുന്നത്. അത് പുതിയ ഊർജ്ജത്തോടെ ശത്രുക്കളെ നേരിടാനായി നമ്മുടെ വിഷ്ണു വരികയാണ്. അപ്പോൾ നാളത്തെ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.